ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ അർബൻ സോഷ്യോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ ഓൾറെഡി നമുക്കറിയുന്ന ഒരു സിറ്റിയെക്കുറിച്ചുള്ള നമ്മളൊരു ചിന്താഗതി എന്താണ്, കുറേ കടകൾ, പിന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, അങ്ങനത്തെ കുറേ സൗകര്യങ്ങളിലൊരു എൻറ്റിറ്റി ആയിട്ടാണ് സിറ്റിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സിറ്റിക്ക് രണ്ട് ഡയമെൻഷൻ ഉണ്ടെന്ന് പറയുന്നത്, ഫിസിക്കൽ ഡയമെൻഷനും ആൻഡ് ഫങ്ഷണൽ ഡയമെൻഷനും. ഫങ്ഷണൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഫങ്ഷണൽ ഡയമെൻഷൻ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ടൗണിൽ മൊത്തത്തിൽ നമുക്ക് കാണുന്ന ഓഫീസുകൾ, എന്താണ് നമ്മുടെ ബിസിനസ് ഔട്ട്ലെറ്റ്സ്, കടകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് ഫിസിക്കൽ ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു റൂറലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അത് ഗ്രാമത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിറ്റി എന്ന് വരിക. അത് പലതരത്തിൽ വരും. അതായത് സിറ്റി പറഞ്ഞൊരു ഫ്ലൂയിഡ് എൻറ്റിറ്റി ആണെന്നാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ വലിയ സിറ്റികളായിരിക്കും, ചെറിയ സിറ്റികളായിരിക്കും. അത് മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ളൊരു ആൻസർ നമുക്ക് പറയാൻ കഴിയില്ല. സിറ്റി പറഞ്ഞാൽ ഇന്നതാണ് എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ആൻസർ നമുക്ക് പറയാൻ കഴിയില്ല. സിറ്റീസ് പ്രധാനമായിട്ടും വളരുന്നത് കൂടുതലുള്ള ഒരു ഇമിഗ്രൻസിൻ്റെ കടന്നുവരവോടു കൂടിയാണ് സിറ്റീസുകൾ വളരുന്നത്. അതിൽ കുറേ ഓപ്ഷൻസും ജോലികൾക്കുള്ള സാധ്യതകളൊക്കെ അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് സിറ്റീസ് പെട്ടെന്ന് തന്നെ വളരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിറ്റീസിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാവങ്ങളുടെയും പണക്കാരുടെയും തമ്മിലുള്ള വ്യത്യാസം. അതായത് വലിയ ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറേ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് സൗകര്യങ്ങൾ കുറവാണ്. അതായത് പണക്കാരായിട്ടുള്ള ആളുകൾ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും പാവങ്ങളായിട്ടുള്ള പുവർ പീപ്പിളിൻ്റെ മേലിൽ അതൊക്കെ പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ ഈ പുവറിൻ്റെയും റിച്ചിൻ്റെ ഇടയിലുള്ള ഡിവൈഡ് കൂടി വരികയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടും മംഫോർഡിൻ്റെയും പിന്നെ ബെർഗലിൻ്റെ രണ്ട് തിയറികളൊക്കെ അതിൽ പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അടുത്തതായിട്ട് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിറ്റീസ് ബേസിസ് ഓഫ് ഏജ് എന്നുള്ളതാണ്. ഒന്നാമത്തത് ഏജിനനുസരിച്ചുള്ള സിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത് ടൈലേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അത് ഗിരിഫ്ത് ടൈലർ 1949 അദ്ദേഹം ഈ ഓരോ സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. അത് നമുക്ക് കാണാം, സബ് ഇൻഫാൻറ്റൈൽ, ജുവനൈൽ, അഡോളസൻസ്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സബ് ഇൻഫാൻറ്റൈൽ പറഞ്ഞാൽ അത് നമുക്ക് അതായത് സ്ട്രീറ്റ് ടൗണാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ചെറിയതായിരിക്കും. പിന്നെ ഇൻഫാൻറ്റൈൽ പറഞ്ഞാൽ ഒരു സെക്കൻഡ് സ്റ്റേജല്ല, കുറച്ചും കൂടെ ഉയർന്നിട്ടുള്ള സിറ്റുവേഷന്. അതങ്ങനെ ജുവനൈൽ പറഞ്ഞാൽ ഏകദേശം കൊമേഴ്ഷ്യലായിട്ടുള്ള സംഭവങ്ങളും ടൗണ് പിന്നെ അവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ അത് തമ്മിൽ വ്യത്യസ്തമായിട്ട് വേർതിരിച്ചിങ്ങനെ വെച്ച ഒരു ചെറുതായിട്ട് വെച്ച രൂപത്തിലേരം ജുവനൈൽ പറഞ്ഞത്. അതൊരു ശിശുരൂപം ടൗണിൻ്റെ. പിന്നെ അഡോളസൻസ് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. അതായത് അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്ന ഏരിയ, ഫാക്ടറീസ്, മറ്റേത് അവിടുത്തെ ഇൻഡസ്ട്രീസ്, അങ്ങനത്തെ സംഭവങ്ങൾ തമ്മിലുള്ള കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് അഡോളസൻസ് പറയാം. പിന്നെ ഏർലി മെച്യൂരിറ്റി പറഞ്ഞാൽ അതായത് റെസിഡൻഷ്യൽ സോണ് സിറ്റിൻ്റെ ഏറ്റവും പുറത്തെ സൈഡിൽ വരിക. പിന്നെ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ നേരെ കൃത്യമായിട്ട് വരുന്ന സംഭവങ്ങൾ. മെച്യൂർ പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റി സിസ്റ്റമാണ്. അതായത് ഇത് മൊത്തത്തിൽ ഈ എല്ലാതും ക്ലാസിഫിക്കേഷൻ. അതായത് റെസിഡൻഷ്യൽ ഏരിയനെ ഫാക്ടറീസ്, പിന്നെ നമ്മളെ കടകൾ, ടൗണിൻ്റെ സെൻട്രൽ ഏരിയ, അങ്ങനെ വേർതിരിച്ച് വെക്കുന്നതിനനുസരിച്ച് അത് ഏർലി മെച്യൂരിറ്റി അങ്ങനെ മാറി വരും എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് മംഫോർഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. മംഫോർഡിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏജുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ഈ കുറേ തരങ്ങളായി ഇത് തരംതിരിക്കുന്നുണ്ട്. അതായത് പോളിസ്, പിന്നെ മെട്രോപോളിസ്, മെഗാലോപോളിസ്, പിന്നെ ടയർനോപോളിസ്. അത് നമുക്ക് അതിൻ്റെ ഓരോ കാലങ്ങളാണ് പറയുന്നത്. അതായത് തുടക്കത്തിലൊരു ആദ്യം കർഷകർ ഒരുമിച്ച് സെറ്റിലാവുന്ന സംഭവത്തിനാണ് ഇയോപോളിസ് പറയുക. അതായത് പണ്ട് നാടോടികളായിരുന്ന ആൾക്കാരായിരുന്നു, ഒരുമിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതിനാണ് ഇയോപോളിസ് പറയുക. അതായത് ഒരു സെറ്റിൽമെൻറ്റ്. രണ്ടാമത്തെ പോളിസ് പറഞ്ഞാൽ അവർ പരസ്പരം വ്യത്യസ്ത സെറ്റിൽമെൻറ്റുകളുടെ ഇടയിൽ ട്രേഡ് നടന്നു, അങ്ങനെ വെൽത്തുകൾ ഒരുമിച്ച് കൂടി ആ സംഭവത്തിനാണ് പോളിസ് പറയുക. പിന്നെ മെട്രോപോളിസ് പറഞ്ഞാൽ സപ്ലൈയും ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു നഗരത്തിനെ പറയുന്നതാണ് മെട്രോപോളിസ്. അതായത് ഫുഡ് സപ്ലൈ, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ അതായത് ഒരു
ഉന്നത രീതിയിലുള്ളൊരു ടൗണിനാണ് മെട്രോപോളിസ് പറയുക. പിന്നെ മെഗാലോപോളിസ് പറഞ്ഞാൽ അത് പിന്നെ എന്താണ്, എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട്, വ്യത്യസ്ത ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഒരു ക്ലാസ്റ്ററുകൾ, പിന്നെ അവിടെയുള്ള ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിനാണ് ഈ മെഗാലോപോളിസ് പറയുക. അവിടെ ഡെവലപ്മെൻറ്റ്സൊക്കെ അടിക്ക് താഴ്ന്നു പോവുകയും, അതായത് സിറ്റി ഡിക്ലൈൻ ആവാൻ തുടങ്ങുക. പിന്നെ ടൈറാനോപോളിസ് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ആൾക്കാർ എന്താണ് ലഹരിയിലും ഉന്മാദത്തിലൊക്കെ ഉൾപ്പെട്ടിട്ട്, അതായത് ജനങ്ങൾ സാമ്പത്തികമായിട്ട് ഉയർന്നിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരു തകർച്ചയിലേക്ക്, അരാജകത്വത്തിലേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ടൈറാനോപോളിസ് പറയുന്നത്. നെക്രോപോളിസ് പറഞ്ഞാൽ സിറ്റി ഡീകേ ഫർദർ, അതായത് സിറ്റി വീണ്ടും വീണ്ടും നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതായത് സിവിലൈസേഷനും സംഭവങ്ങളൊക്കെ താഴേക്ക് പോകും, പിന്നെ യുദ്ധവും പിന്നെ പട്ടിണി, ഡിസീസ്, രോഗങ്ങളും അതൊക്കെ കൂടും. അങ്ങനെ ഒരു സിറ്റി മൊത്തത്തിലൊരു ഡിസ്ട്രക്ഷനിലേക്ക്, തകർച്ചയിലേക്ക് പോകുന്നൊരു കാലത്താണ് നെക്രോപോളിസ് പറയുക. അപ്പോൾ ഇതാണ് രണ്ട് സയൻറ്റിസ്റ്റുകളുടെ ഒരു സോഷ്യോളജിസ്റ്റുകളുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു, ഏജുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി പ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അടുത്തതായിട്ട് ഹെഡിങ്ങിൽ. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പുള്ളതും ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമുള്ളതുള്ള സിറ്റീസിൻ്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഇനി തുടർന്ന് പറയാൻ പോകുന്നത്. അതായത് അർബൻ ഏരിയാസൊക്കെ പ്രധാനമായിട്ടും വളർന്നു വന്നത് അവിടെയുള്ള ലാർജ് സ്കെയിലായുള്ള ആക്ടിവിറ്റീസാണ്. അതായത് എന്താണ്, ഹോൾസെയിൽ ആയിട്ടുള്ള സെല്ലിങ്സ്, അങ്ങനത്തെ വലിയ വലിയ ഗുഡ്സ് വരിക പോകുക, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകൊണ്ടാണ് ഈ വലിയ വലിയ നഗരങ്ങളൊക്കെ വളർന്നു വരുന്നത് പറയുന്നത്. 1800-കളിൽ പിന്നെ ലണ്ടനാണ് ആദ്യമായിട്ട് മോഡേൺ വെസ്റ്റേൺ ആയിട്ടുള്ളൊരു സിറ്റി ആയിട്ട് കടന്നു വരുന്നത്. പിന്നെ AD 0 to 300 ടൈമുകളിലാണ് റോമിൻ്റെ ഉദിച്ചുയരൽ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. റോം പറഞ്ഞാൽ വലിയ കൺട്രിയുടെ കടന്നു വരവ്. അപ്പോൾ ഈ അർബൻ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ വലിയ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഈ ഇൻഡസ്ട്രിയലൈസേഷന് ഫുഡ്, ക്ലോത്തിങ്, പിന്നെ ഹൗസിങ്, കൺസ്ട്രക്ഷന്, പിന്നെ ട്രാൻസ്പോർട്ടേഷന്, പിന്നെ മെക്കാനിക്കലായിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ നഗരങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ ഫാക്ടറീസ്, അതായത് ടെക്സ്റ്റൈൽസും സംഭവങ്ങളൊക്കെ, വാട്ടർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീടുകളിൽ നിന്നും ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഫാക്ടറീസിലായി മാറിയപ്പോൾ വലിയ വലിയ രീതിയിലുള്ള ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് അവിടെ നടന്നു എന്ന് പറയേണ്ടത്. പിന്നെ പ്രീ ഇൻഡസ്ട്രിയൽ സ്ഥലങ്ങൾ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാരണമായിട്ട് ഈ ഇതിൻ്റെ മുമ്പുള്ള ചെറിയ ചെറിയ നഗരങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വളർച്ചകളുണ്ടായി. അതായത് അവിടെ പ്രൊഡക്ഷന്, ഡിസ്ട്രിബ്യൂഷന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടുത്ത ഈ പാരഗ്രാഫുകളിലായിട്ട് പറയേണ്ടത്. പിന്നെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ, കുറേ ഓഫീസ് ബ്ലോക്കുകൾ, കുറേയൊക്കെ ബിൽഡിങ്ങുകളിൽ ഓഫീസുകൾ, ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെ ഓഫീസുകളിലായി മാറി. പിന്നെ കുറേ സംഭവങ്ങൾക്ക് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പിന്നെ അങ്ങനെ പ്രൊഫഷണൽസ്, അങ്ങനത്തെ സംഭവങ്ങൾ സർവീസ് ഇൻഡസ്ട്രിയിൽ കടന്നു വന്നു. എഞ്ചിനീയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കടന്നു വന്നെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് സിറ്റീസ്, ഗ്ലോബൽ ക്യാപിറ്റൽ, പ്രൈമേറ്റ്, ഡ്യുവൽ ആൻഡ് മെട്രോപോളിസ് എന്ന ഹെഡിങ്ങാണ് അടുത്ത് പറയാൻ പോകുന്നത്. പിന്നീട് അടുത്തതായിട്ട് നമ്മുടെ ഗ്ലോബലൈസേഷൻ്റെ കടന്നു വരും. അതായത് 1980, 1990 കാലഘട്ടങ്ങളിലെ ഗ്ലോബലൈസേഷൻ്റെ കടന്നുവരവോടുകൂടിയാണ് ഗ്ലോബൽ സിറ്റീസ് എന്നൊരു കൺസെപ്റ്റൊക്കെ ഉയർന്നു വരുന്നത്. അതായത് അർബൻ സെൻറ്റേഴ്സ് ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള എക്കോണമിക്ക് വേണ്ടിയിട്ട് മറിക്കപ്പെടുക, അതായത് വലിയ അഡ്വാൻറ്റേജസ് രൂപപ്പെടുത്തിക്കൊണ്ട് മാറുന്നതിനാണ് ഗ്ലോബൽ സിറ്റികൾ എന്ന് പറയുക. പ്രധാനമായിട്ട് 3 ഗ്ലോബൽ സിറ്റികളാണ് ഉണ്ടായിരുന്നത്. അതായത് ന്യൂയോർക്ക്, ലണ്ടൻ, ടോക്കിയോ എന്നവരാണ് ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഗ്ലോബൽ സിറ്റികൾ. പിന്നെ ഗ്ലോബലൈസേഷൻ്റെ മുമ്പുണ്ടായിരുന്നത്. പിന്നെ ഗ്ലോബലൈസേഷൻ്റെ ശേഷം നഗരങ്ങൾ പിന്നെ കൂടി വന്നു. അതായത് ധാരാളം സ്ഥലങ്ങൾ ഈ ഗ്ലോബൽ സിറ്റികളായിട്ട് മാറി എന്നാണ് പറയുന്നത്. അതായത് ഗ്ലോബലൈസേഷൻ്റെ കാരണമായിട്ട് പരസ്പരമുള്ള ബന്ധം, ട്രാൻസാക്ഷണൽ കോർപ്പറേഷൻസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉയർന്നു വന്നു ആൾക്കാരുടെ ഇടയിൽ. പിന്നെ ടോക്കിയോൻ്റെയും ന്യൂയോർക്കിൻ്റെയും ലണ്ടൻ്റെയൊക്കെ ശേഷം വന്ന നഗരങ്ങളാണ് മെക്സിക്കോ സിറ്റി, ലോസ് ആഞ്ചലസ്, അങ്ങനത്തെ കുറേ നഗരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ആദ്യമായിട്ട് ഗ്ലോബലൈസേഷൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായത്, TNC അതായത് ട്രാൻസാക്ഷണൽ കോർപ്പറേഷൻസ് വളർന്നു വരികയാണ് ചെയ്തത്. അത് പരസ്പരമുള്ള വ്യാപാര ബന്ധങ്ങൾ, അവിടുത്തെ കോർപ്പറേഷൻ സഹകരണങ്ങൾ കൂടി. പിന്നെ രണ്ടാമത്തത് എന്താണ്, ഒരു സ്ഥലത്ത് തന്നെയുള്ള പ്രൊഡക്ഷൻ, അതായത് ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ ഉണ്ടായി. അതായത് ഒരു സ്ഥലത്ത് ഒരു സാധനം തന്നെ പല സ്ഥലങ്ങളിൽ വ്യത്യസ്ത പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് എല്ലായിടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി, ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങൾ കൂടിയെന്നാണ് അടിയിൽ പറയുന്നത്. അതായത് ഈ റൈസ് ഓഫ് ഗ്ലോബലൈസ്ഡ് സിറ്റീസിൻ്റെ ഭാഗത്ത് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഈ നഗരങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നത് അതിൻ്റെ ലൊക്കേഷനാണ്. ലൊക്കേഷൻ ഒരു പ്രധാനപ്പെട്ട സംഭവമാണെന്ന് പറയുന്നത്. അതായത് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ, അടുത്ത 28-ാം പേജ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയേണ്ടത്. അതായത് അതിൽ എന്താണ്, ഒരു നഗരങ്ങളൊക്കെ അതിൻ്റെ ഒരു രാജ്യങ്ങൾ അതിൻ്റെ ക്യാപിറ്റൽ ഉണ്ടാക്കണമൊക്കെ പ്രധാനപ്പെട്ട സിറ്റികളിലായിട്ട് മാറ്റി. കാരണം അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അടുത്ത ഭാഗത്ത് എന്താണ്, പെൻസിൽവാനിയ, US-ൻ്റെ എന്താണ് ക്യാപിറ്റൽ, അതായത് ഓരോ സ്ഥലങ്ങളിലായിട്ട് അത് പെൻസിൽവാനിയ, പിന്നെ അവിടുന്ന് ഓരോ ഫിലാഡൽഫിയ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ആക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അവസാനം വാഷിങ്ടൺ DC തന്നെ ആക്കി മാറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിക്കേണ്ടതെന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ മിക്കവാറും കൺട്രികൾക്ക് ഒരു തലസ്ഥാനമായിരിക്കും. അത് എല്ലാ കൺട്രികളും അങ്ങനത്തെ ഒരു പാറ്റേൺ പിന്തുടർന്നു. പക്ഷേ ചില സ്ഥലങ്ങൾ, അതായത് ഓസ്ട്രേലിയ, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക, അങ്ങനത്തെ മെക്സിക്കോ അല്ല, അങ്ങനത്തെ കുറച്ച് കൺട്രികളൊക്കെ, ബൊളീവിയ, അങ്ങനത്തെ കുറച്ച് കൺട്രികളൊക്കെ അവരുടെ തലസ്ഥാനങ്ങൾ 2 തലസ്ഥാനങ്ങളാക്കിയിട്ടുണ്ട്. ബൊളീവിയയ്ക്ക് 2 തലസ്ഥാനമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായിട്ട് ഹാസ്ലാപാസും പിന്നെ സെക്കുറ എന്നുള്ള വേറൊരു ഇതുമുണ്ട്. പിന്നെ പ്രൈമേറ്റ് സിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് അടുത്ത് പറയാനുള്ളത്. പ്രൈമേറ്റ് സിറ്റി ഒരു രാജ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട സിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. സിറ്റികളാണ് പ്രൈമേറ്റ് സിറ്റി പറഞ്ഞാൽ. ഒരു രാജ്യത്ത് ഇന്ന സിറ്റി ഉണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അത് ഇന്ത്യയിൽ ന്യൂഡൽഹി, അങ്ങനത്തെ കുറച്ച് അമേരിക്കയിലാണ് വാഷിങ്ടൺ DC, അങ്ങനത്തെ പ്രധാനപ്പെട്ട സിറ്റികൾക്കാണ് പ്രൈമേറ്റ് സിറ്റി പറയുക. അപ്പോൾ ഓരോ കൺട്രികളിലും പ്രധാനപ്പെട്ട സിറ്റികളുണ്ടാവും. അതിനനുസരിച്ച് അവിടുത്തെ പ്രൈമേറ്റ് സിറ്റികൾ അതായിട്ട് തരംതിരിക്കപ്പെടും. പിന്നെ രണ്ടാമത്തേതാണ്, അതിനെക്കുറിച്ചാണ് അടുത്ത ഇതിൽ പറയണത്, അതിൻ്റെ വിശദീകരണം. പിന്നെ ഡ്യുവൽ സിറ്റി പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പുതിയൊരു ടേമാണ്. ഡ്യുവൽ സിറ്റീസ് പറഞ്ഞാൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയാണെന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരു നഗരത്തിൽ പാവപ്പെട്ടവരും പണക്കാരനും തമ്മിലുള്ളൊരു വ്യത്യാസം, അതായത് ഡ്യുവലായിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവരിക. അതായത് അവിടെ പണക്കാരന് നല്ല പ്രിവിലേജ് ഉണ്ടാകും, പാവപ്പെട്ട ആൾക്കാർക്കാണെന്ന് വെച്ചെങ്കിൽ അവിടെ ഒരു ഒപ്രസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉയർന്നു വന്നൊരു സംഭവമാണെന്ന് പറയുന്നത്. അതായത് പാവപ്പെട്ട ആൾക്കാർക്ക് വളരെ കുറഞ്ഞ പൈസ കൊടുക്കുകയും പണക്കാർക്ക് നല്ല രൂപത്തിൽ ലാഭമുള്ള സമ്പാദിക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സിസ്റ്റത്തിനാണ് ഡ്യുവൽ സിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ മെട്രോപോളിസ് ആൻഡ് മെഗാപോളിസ്. അപ്പോൾ അതായത് മെട്രോപോളിസ് ആൻഡ് മെഗാപോളിസ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. മെട്രോപോളിസും മെഗാപോളിസ് പറഞ്ഞാൽ 2 വ്യത്യസ്ത തരത്തിലുള്ള നഗരങ്ങൾക്കാണ് പറയുന്നത്. അതായത് ഒരു മെട്രോപോളിസ് എന്ന് പറഞ്ഞാൽ കുറേ അധികം നഗരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു വലിയ നഗരമായി മാറുന്ന ഒരു സിസ്റ്റം. അതായത് ഒരു 10 മില്യൺ പോപ്പുലേഷനൊക്കെ അവിടെ നിലകൊള്ളുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മെഗാ സിറ്റീസ് പറഞ്ഞാൽ അടുത്തായിട്ട് പറയുന്നുണ്ട് എന്താണ്, മെഗാ സിറ്റീസ് പറഞ്ഞാൽ വലിയ വലിയ നഗരങ്ങൾ. അതായത് 1980 കാലഘട്ടങ്ങളിൽ അത് വെറും 3 നഗരങ്ങൾ മാത്രമായിരുന്നു. അതായത് നമ്മുടെ ന്യൂയോർക്ക്, ടോക്കിയോ, അതുപോലെ ലണ്ടൻ എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷേ അത് 2025 ആ ടൈം അതിന് ശേഷം അത് ഏകദേശം 24ഓളം ആയി എന്ന് പറയുന്നത്. 2025 അത് അതിനേക്കാളും കൂടും എന്നും UN കണക്ക് പറയുന്നുണ്ട്. അതായത് ഒരു അതിലത്തെ 30 കൺട്രികളുണ്ട് വെച്ചെങ്കിൽ, അതായത് 26 ആകുമ്പോഴത്തേക്ക് 30 ലാർജസ്റ്റ് സിറ്റികളുണ്ടെങ്കിൽ 20 ഏഷ്യയിലായിരിക്കും, 10 ചൈനയിലായിരിക്കും, 3 ഇന്ത്യയിലായിരിക്കുമെന്ന് UN 2006 റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് കറണ്ട് തിയറീസ് ഓഫ് സിറ്റി ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്.
പ്രധാനമായിട്ടും കുറച്ച് തിയറികളെ കുറിച്ച് പറയേണ്ടത് കോൺസെൻട്രിക് സോൺ തിയറി ഒരു ബർഗസിൻ്റെ തിയറിയാണ്. പിന്നെ സെക്ടർ തിയറി ഓഫ് ഹയോട്ട്, പിന്നെ മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി ഓഫ് ഹാരിസ് ആൻഡ് ഉൾമാൻ. ഈ 3 തിയറികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 3 തിയറികൾ പ്രധാനമായിട്ട് അർബൻ ഗ്രോത്ത്, അതായത് ഇൻറ്റേർണൽ ഡെമോഗ്രഫിക് ആയിട്ടുള്ള, അതായത് ജനസംഖ്യയിലുള്ള ഗ്രോത്തുകൾ, പിന്നെ എക്കണോമിക് ഗ്രോത്ത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കോൺസെൻട്രിക് തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺസെൻട്രിക് തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ് ഒരു നഗരത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുവിനായിട്ട് സെൻറ്ററിൽ നിന്ന് തുടങ്ങുക. അതായത് ഒരു സർക്കിൾ രൂപത്തിലായിരിക്കും, സർക്കിളിലെല്ലാം വ്യത്യസ്ത സോണുകളുടെ രൂപത്തിലായിരിക്കും നമുക്ക് കാണുക. അത് നമുക്ക് നേരെ, അതായത് നഗരത്തിന് ഏറ്റവും സെൻറ്ററിൽ ആദ്യം വികസനം ഉണ്ടാകും, പിന്നെ അതിന് തുടർന്ന് ഇങ്ങനെ അപ്പുറത്ത് നമ്മൾ അടുത്തൊരു പിക്ചറിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് പ്രധാനപ്പെട്ട സോണ്, അതിൻ്റെ പുറത്തുള്ള ഫാക്ടറി സോണ്, പിന്നെ ട്രാൻസിഷൻ സോണ്, വർക്കിംഗ് മെൻസ്, അങ്ങനെ ഈ സംഭവങ്ങളുണ്ടാവും. അതായത് നടുവിലായിരിക്കും ആദ്യം വികസനം വരും, ഡെവലപ്മെൻറ്റ് വരും, പിന്നെ അതിന് അപ്പുറത്തുള്ള സോണിൽ വരും. അങ്ങനെ ഒരു റൗണ്ട് രൂപത്തിലുള്ള, സർക്കിൾ രൂപത്തിലുള്ള ഒരു വികസനത്തെ കുറിച്ചാണ് ഇതിൽ പറയണത്. അത് മൊത്തത്തിലൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പിന്നെ അതിലൊരു ക്രിറ്റിസിസം പറയണത് എന്താ വെച്ചാൽ, ഈ ജിയോഗ്രഫിക്കലുള്ള പൊസിഷൻസിനൊക്കെ അതിൽ വലിയ ഇതുണ്ടാവും. അതായത് ചിലപ്പോൾ സെൻറ്ററിൽ നിന്ന് ആയിക്കോളണമെന്നില്ല വികസനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്രിറ്റിസം വരുന്നുണ്ട്. അത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബർഗസ് തന്നെ പറയുന്നുണ്ട്, അത് അങ്ങനെ തന്നെ ആയിക്കോളണമെന്നില്ല, അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഡേവി എന്ന് പറഞ്ഞ ആളാണ് ഇദ്ദേഹത്തെ കൂടുതൽ വിമർശിച്ച ആൾ. അതിനെക്കുറിച്ച് കൂടുതൽ CBD അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഏകദേശം ഒരു 4-5 കാര്യങ്ങൾ അവിടെ എണ്ണി പറയണ്ടാവും. അത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോകാം. കോൺസെൻട്രിക് തിയറിൻ്റെ മെറിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പല സ്കോളേഴ്സും ഇന്നത്തെ പ്രധാന നഗരങ്ങളൊക്കെ ഈ ഒരു കോൺസെൻട്രിക് തിയറിയിൽ അതിന് ബന്ധപ്പെട്ട്, അതായത് ഒരു സർക്കുലർ സോണിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിയറികളാണ്, ഒരു നഗരങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സർക്കിളിൻ്റെ രൂപത്തിൽ ഒരു കോംപ്രഹെൻസീവായ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇത് കാഴ്ചവെച്ചാണ് അദ്ദേഹം അതിലൂടെ ഉണ്ടായത്. പിന്നെ സെക്ടർ തിയറി പറഞ്ഞാൽ ഹോമർ ഹയോട്ട് എന്ന ആൾ കണ്ടെത്തിയ തിയറിയാണ്. സെക്ടർ തിയറിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത്, അത് ഒരു ട്രാൻസ്പോർട്ടേഷൻ, അതായത് റോഡ് വേസ് അങ്ങനത്തെ സംഭവങ്ങൾ, ഒരു നഗരത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വികസനങ്ങൾ വരിക. അതായത് ചില സ്ഥലങ്ങളിൽ വലിയ വലിയ റോഡുകൾ എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ റെയിൽ എങ്ങോട്ടാണോ, മെട്രോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ഏരിയ വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചില റോഡുകൾ റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും, ചില റോഡുകൾ ഇങ്ങനത്തെ റെൻ്റ് ഏരിയ ആയിരിക്കും, പിന്നെ ചില റോഡുകൾ ടൗൺ ഏരിയ ആയിരിക്കും. അങ്ങനെ ഒരു സംഭവങ്ങൾ ഇതിലൂടെ അദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പീറ്റർ മാൻസിൻ്റെ വ്യൂവിൽ ഈ കോൺസെൻട്രിക് മോഡും പിന്നെ ഈ മോഡും, അതായത് 2 സംഭവങ്ങളും ഏകദേശം ഒരേ രൂപത്തിലാണ് വരുന്നത്. അതായത് കോൺസെൻട്രിക് മോഡലാണെന്നുവെച്ചെങ്കിൽ സർക്കിൾ രൂപത്തിലാണെന്നുവെച്ചെങ്കിൽ മറ്റേതിലൊരു ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ ഒരു മേഖലയിലാണ് സംഭവം വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളാണ് അടുത്തുള്ള പാരഗ്രാഫുകളിലൊക്കെ അദ്ദേഹം കുറച്ച് വിശദീകരിച്ച് പറയുന്നത്. പിന്നെ അടുത്താണ് മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി പറഞ്ഞാൽ, ഒരു നഗരങ്ങൾ പറഞ്ഞാൽ സെൻട്രലൈസർ അല്ല, ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത്, അതായത് കോൺസെൻട്രേറ്റ് തിയറിനെ മാറ്റി നടുവെന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതല്ല, അത് വ്യത്യസ്ത സെൻറ്ററുകളിലായിട്ട് അവിടുന്ന് ഇങ്ങനെ ഡെവലപ്പ് ആയിട്ട് വരുന്നത്. അതായത് ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും. ഇപ്പോൾ ഇൻഡസ്ട്രീസിന് ഇങ്ങനത്തെ ഏരിയ, ഫാക്ടറീസിന് ഇങ്ങനത്തെ ഏരിയ. അപ്പോൾ ഫാക്ടറീസിൻ്റെ ഏരിയയിൽ ഒരു നടുവിലൊരു സെൻറ്റർ ഉണ്ടാവും, അതിനെ തുടർന്ന് കുറേ ഫാക്ടറീസ് അതിൻ്റെ അപ്പുറം വരും. ഇൻഡസ്ട്രീസിൻ്റെ അപ്പുറം കുറേ ഇൻഡസ്ട്രീസ്, കടകളുടെ അപ്പുറം കുറേ കടകൾ, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ആയിട്ടുള്ള, മൾട്ടിപ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ഇതിലൂടെ കാഴ്ചവെക്കുന്നത്. വേരിയസ് ഫാക്ടേഴ്സ് മേ ബി 4 കാറ്റഗറീസ്. അപ്പോൾ ഈ ഫാക്ടർ വ്യത്യസ്ത രൂപത്തിൽ അദ്ദേഹം ഒരു സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ചിത്രങ്ങളൊക്കെ നേരെ വിശകലനം ചെയ്യും.
അടുത്തതായിട്ട് കൺസെപ്റ്റ് ഓഫ് ടൗൺ സിറ്റി ഇന്ത്യൻ കോണ്ടക്സ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ കോണ്ടക്സ്റ്റിലെ ടൗണിൻ്റെ സിറ്റിൻ്റെ കൺസെപ്റ്റ്. ഒന്നാമത് സ്റ്റാറ്റുറി കൺസെപ്റ്റാണ്. സ്റ്റാറ്റുറി കൺസെപ്റ്റ് പറഞ്ഞാൽ പ്രധാനമായിട്ടും നഗരങ്ങളിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലം, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ടൊരു മേഖല, അതാണ് നഗരങ്ങളായിട്ട് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത്. ഒരു സ്റ്റാറ്റുറി ടൗൺസ്, അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ സംഭവങ്ങളൊക്കെ ഉള്ള ടൗൺസുകൾ. അവിടെ ഏകദേശം 5000 പോപ്പുലേഷന് മിനിമം ഉണ്ടാവും. പിന്നെ ഒരു 400 പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പ്രധാനമായിട്ട് മെയിൽ വർക്ക് ഡൊമിനൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നോൺ അഗ്രികൾച്ചർ ആയിട്ടുള്ള ഓഫീസ് വർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സിസ്റ്റം ആയിരിക്കും അവിടെ ഉണ്ടാകുക. പിന്നെ അവിടെ പ്രധാനമായിട്ടും കുറച്ച് വലിയ പാരഗ്രാഫ് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്, അതായത് സ്റ്റാറ്റുറി ടൗൺസും സെൻസസ് ടൗൺസും. സ്റ്റാറ്റുറി ടൗൺസ് പറഞ്ഞാൽ അത് ഈ മുനിസിപ്പാലിറ്റി അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റീസിലൊക്കെ മെയിൻ ടൗണുകൾ. പിന്നെ സെൻസസ് ടൗൺസ് പറഞ്ഞാൽ അതിനെ ടൗൺസ്, അത് ഒരു വില്ലേജ് മോഡലായിരിക്കും, പക്ഷേ അതിനെ ടൗൺസ് ആയിട്ടാണ് കണക്കാക്കുക. അതിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 5000 പോപ്പുലേഷനൊക്കെ അടങ്ങിയിട്ടുള്ളത്, ആ സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് ആ സെൻസസ് ടൗൺസിലാണ്. ഓക്കെ. അടുത്തതായിട്ട് അർബൻ ഔട്ട് ഗ്രോത്ത്, അതായത് ജനങ്ങൾ കൂടുന്നതിനനുസരിച്ചിട്ട് ചില നഗരങ്ങൾ, അതായത് റോഡുകൾ സംഭവങ്ങളൊക്കെ, അതായത് ചില ചെറിയ ഗ്രാമങ്ങൾ വില്ലേജുകൾ തന്നെ അത് അതിന് റോഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഡ്രൈനേജ് സിസ്റ്റം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അത് വലിയൊരു സ്റ്റാറ്റുറി നഗരങ്ങളായി മാറാൻ ശ്രമിക്കും. പക്ഷെ അതൊരു റൂറൽ ഏരിയ ആയിട്ട് തന്നെ ഗവൺമെൻറ് അണ്ടറിൽ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ റൂറൽ ഏരിയ ആയിട്ട് തന്നെ ഭരിക്കപ്പെടുക. കാരണം അവിടെ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷന് പുതിയതായി വരുമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന സെൻസസ് നമ്മുടെ നഗരങ്ങളെ 6 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് 1,00,000 മേലെ താമസക്കാരുള്ള ഒരു സെക്ഷൻ, അതാണ് ഒന്നാമത്തെ സെക്ഷൻ. പിന്നെ ഒരു ലാസ്റ്റ് സെക്ഷൻ പറഞ്ഞാൽ ഏറ്റവും 5000 അടിയിൽ മാത്രം താമസക്കാരുള്ള സെക്ഷനാണ് ഒരു 6ാമത്തെ സെക്ഷൻ. അങ്ങനെ 6 സെക്ഷനായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. പിന്നെ സൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ് ഇൻ ഇന്ത്യ, അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അതായത് 6 സെക്ഷനുകളായിട്ട് തരംതിരിച്ചത്, അതായത് ഓരോ നഗരങ്ങളനുസരിച്ച് അത് നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. അടുത്തത് മീനിങ് ഓഫ് സിറ്റി, വേറൊരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ബർഗൽ പറയണത് സിറ്റി എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാർ ധാരാളം ആൾക്കാർ അഗ്രികൾച്ചർ അല്ലാത്ത ജോലികളിൽ ഏർപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ചാണ് സിറ്റി എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ സംഭവങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ സിറ്റികളുടെ ഓരോ ഏരിയ സൈസ് അതുപോലെ അങ്ങനെ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് സംഭവം പറയാം. ഒരു സിറ്റിയിൽ പ്രധാനമായിട്ടുള്ള 2 സംഭവങ്ങളാണ് സൈസ്, ഡെൻസിറ്റി. അതായത് പ്രൊഫസർ ആർ എൻ മോറിസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ സംഭവങ്ങളാണ് സൈസ് ആൻഡ് ഡെൻസിറ്റി. സൈസ് പറഞ്ഞാൽ ഒരു നഗരത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ആ നഗരത്തിൻ്റെ വികസനങ്ങളും സംഭവിക്കും. ഏറ്റവും കുറേ സ്ഥലങ്ങളിലെ നഗരമാണെന്ന് വെച്ചെങ്കിൽ വലിയ നഗരമായിട്ട് കണക്കാക്കും, ചെറിയ വികാസമുള്ള അതിനുള്ള വെച്ചെങ്കിൽ ചെറിയ നഗരമായിട്ട് കണക്കാക്കും. പിന്നെ ഡെൻസിറ്റി പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്, അതായത് എത്ര ആൾക്കാർ അവിടെ താമസിക്കുന്നു, എത്ര സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആൾക്കാർ താമസിക്കുന്നു എന്നുള്ള രൂപത്തിൽ അതിനെ ഒരു പോപ്പുലേഷൻ അനുസരിച്ചുള്ള സ്ഥലങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ലൊക്കേഷൻ ദാറ്റ് ഹാസ് ഗ്രോൺ സോ എനോർമസ് ദാറ്റ് പീപ്പിൾ നോ ലോങ്ങർ നോ ഈച്ച് അതർ, അതായത് ഇത്രയും ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങളിലാണെന്ന് വെച്ചെങ്കിൽ ജനങ്ങൾ പരസ്പരം തിരിച്ചറിയുക പോലും ചെയ്യില്ല എന്നൊക്കെ സ്വന്തമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടത്. പിന്നെ നാച്ചർ ഓഫ് സിറ്റി, അതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗമായിട്ട് പറയുന്നത്. അതായത് നാച്ചർ ഓഫ് സിറ്റി പ്രധാനമായിട്ടുള്ള വ്യത്യസ്ത രൂപത്തിലാണ്. അതായത് ഒന്നാമത്തേത് വർക്ക് ഇൻ സിറ്റി, സിറ്റിയിലുള്ള വർക്കിനെ കുറിച്ചിട്ട്. സിറ്റിയിലുള്ള വർക്കുകൾ വ്യത്യസ്ത രൂപത്തിലുള്ള വർക്കുകൾ അവിടെ ഉണ്ടാകും. അതായത് ഒരു ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള ഹെവി മെഷീൻസ് ഉപയോഗിച്ചുള്ള വർക്കുകൾ ഉണ്ടാകും. പിന്നെ കുറേ ആൾക്കാർ വർക്ക് ചെയ്യണ ഇൻഫോർമൽ സെക്ടർ, കൺസ്ട്രക്ഷൻ സൈറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളുടെ വർക്കുകൾ ഉണ്ടാകും. പിന്നെ ഡ്രൈവർ അങ്ങനത്തെ സംഭവങ്ങളുടെ വർക്കുകൾ ഉണ്ടാകും. ജനങ്ങൾ ഡേ ടു ഡേ ബേസിൽ പൈസ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെയാണ് വർക്കിൻ്റെ ഒരു കാര്യം പറയുന്നത്. പിന്നെ ട്രാൻസിയൻസ് മൊബിലിറ്റി, അതായത് ജനങ്ങൾ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക്, മെട്രോപോളിറ്റൻ സിറ്റിയിലേക്കൊക്കെ അങ്ങനെ നിരന്തരം ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സഞ്ചാരങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്താണ് ട്രാൻസിയൻ്റ് എന്ന് പറയാം. പിന്നെ മൂന്നാമത് ട്രാൻസാക്ഷനിലെ സോഷ്യൽ ഇൻട്രാക്ഷൻ, ജനങ്ങൾ തമ്മിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ എങ്ങനെ രൂപപ്പെടുന്നതാണ്.
അതായത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരിക്കും. അതായത് ചിലപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള അത്ര ബന്ധങ്ങൾ ഉണ്ടാവില്ല. കാരണം പല കുടുംബങ്ങളും ഫാമിലിയിൽ നിന്ന് വിട്ടിട്ട് വ്യത്യസ്ത ഫാമിലികളൊക്കെയാണ് അവിടെ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടാൻ ഉണ്ടാവുക. പിന്നെ നെറ്റ്വർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വലിയ വലിയ ഫാമിലി നെറ്റ്വർക്ക്സുകൾ ഒഴിവാകും, പക്ഷേ ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക്സുകൾ അവിടെ രൂപപ്പെടുന്നതാണ് പറയണത്. പിന്നെ ഇനി അർബൻ കമ്മ്യൂണിറ്റീൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയണത്. അതായത് തുടക്കത്തിൽ തന്നെ ഹെട്രോജിനിറ്റി അവിടെ ഉണ്ടാവും. അതായത് ആൾക്കാർ വ്യത്യസ്ത ഗ്രൂപ്പ്, മതം, ജാതി, വർഗം, ഭാഷ അങ്ങനത്തെ രൂപത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ ആൾക്കാരായിരിക്കും വരിക. സെക്കൻഡറി റിലേഷൻസ്, അതായത് ആൾക്കാർ ഒരു പരസ്പരം സെക്കൻഡറി ആയിട്ടുള്ള ഒരു പ്രൈമറി ആയിട്ടുള്ള നല്ല ഫാമിലി റിലേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വളരെ കുറവായിരിക്കും. പിന്നെ വളണ്ടറി അസോസിയേഷൻസ്, ജനങ്ങളൊക്കെ ഒരു നോൺ അഗ്രികൾച്ചറൽ ജോബ്സ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. പ്രധാനമായിട്ടും ഓരോ ലീവിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഓരോ വ്യത്യസ്തമായ രൂപത്തിലുള്ള വളണ്ടറി ആയിട്ടുള്ള ജോബുകൾ ആയിരിക്കും തിരഞ്ഞെടുക്കുക. പിന്നെ സോഷ്യൽ മൊബിലിറ്റീസ്, അർബൻ സൊസൈറ്റിയിൽ ആൾക്കാരുടെ ഇടയിലൊരു ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടാലൻറ്റ്, പിന്നെ അവരുടെ കഴിവുകൾ, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ടാലൻറ്റ് രൂപപ്പെടുക. സോഷ്യൽ മൊബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് അല്ലാതെ ട്രഡീഷണൽ ആയിട്ടുള്ള പുരാതനമായിട്ടുള്ള സംഭവങ്ങളുടെ രൂപത്തിലല്ല. എക്കണോമിക്, എഡ്യൂക്കേഷന്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതനുസരിച്ചിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റം ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അവരുടെ രൂപത്തിൽ. ഈ ഇൻഡിവിജ്വൽ ഫ്രീഡം, ഓരോ ആൾക്കാർക്കും അവനവൻ്റെ ഫ്രീഡം ഉണ്ടാകും. വുമണാണെന്ന് വെച്ചെങ്കിലും മെന്നാണെന്ന് വെച്ചെങ്കിലും ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള രൂപത്തിലുള്ള ഫ്രീഡം അവിടെ കൊടുക്കേണ്ടതാണ് പറയുന്നത്. പിന്നെ ഒക്കുപ്പേഷൻ, ജോലികൾ നോൺ അഗ്രികൾച്ചറായിട്ടുള്ള ജോബുകളായിരിക്കും ഉണ്ടാകുക. മാർക്കറ്റിംഗ്, ഓഫീസ്, ബിസിനസ്, പോലീസ് അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ഉണ്ടാകുക നോൺ അഗ്രികൾച്ചറായിട്ടുള്ള. പിന്നെ സെക്കൻഡറി കൺട്രോൾ ആയിരിക്കും. അതായത് ഫാമിലീൻ്റെ അടുത്തുള്ള ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അതൊരു നെയ്ബർഹുഡ്, റിലീജിയൻ അങ്ങനത്തെ കൺട്രോൾ കുറവായിരിക്കും. പക്ഷേ ഗവൺമെൻറ്, പോലീസ്, കോർട്ട് അങ്ങനത്തെ കൺട്രോളായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി ഫീലിംഗ്, ഒരു കമ്മ്യൂണിറ്റി, ഒരു നെയ്ബർഹുഡ്, ഫാമിലി ബന്ധങ്ങൾ പരസ്പരം ഉണ്ടാവില്ല. പക്ഷേ അവരുടെ ഇടയിലൊരു ഇത് കുറവായിരിക്കും. ഒരു ഐക്യം കുറവായിരിക്കും. പിന്നെ സോഷ്യൽ ഡിസോർഗനൈസേഷൻ, അതായത് അവർ ഒരു സോഷ്യലായിട്ടുള്ളൊരു ഓർഗനൈസേഷനൊന്നും അവർക്കുണ്ടാവില്ല. അവർ പരസ്പരം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വർക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ അൺസ്റ്റേബിൾ ഫാമിലിയിലും സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അവിടെ പരസ്പര ബന്ധങ്ങൾ ഉണ്ടാവില്ല, കണക്ഷൻ കുറവായിരിക്കും. അതൊക്കെയാണ് അൺസ്റ്റേബിൾ ഫാമിലിയിൽ പറയുന്നത്. പിന്നെ ഗ്ലോബൽ സിറ്റി സിനാരിയോയാണ് അടുത്ത ഭാഗമായിട്ട് പറയുന്നത്. ഗ്ലോബൽ സിറ്റി സിനാരിയോയിൽ പറയുന്നത് നഗരങ്ങൾ 1900-കളിൽ 10% ഓഫ് പോപ്പുലേഷൻ ആയിരുന്നു നഗരങ്ങൾ താമസിച്ചിരുന്നത്. പിന്നീട് ഇന്ന് ഈ സമയങ്ങളിൽ ഈ 50% ആൾക്കാർ നഗരങ്ങളിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ 2050 കൂടി അത് 75% ആൾക്കാർ നഗരങ്ങളിൽ താമസിക്കുന്ന സ്ഥിതി വരുമെന്ന് പറയുന്നത്. പിന്നെ പണ്ട് കാലം ഒരു 200 കൺട്രികളായിരുന്നു ആദ്യമൊക്കെ വലിയൊരു സിറ്റീസായി രൂപപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് 600ഓളം കൺട്രികളായിട്ട് അത് മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പഠനങ്ങളിൽ പറയുന്നുണ്ട്. മെക്കിൻസ്കിൻ്റെ പഠനങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് അർബൻ റെസിലിയൻസ് ആണ്. അതായത് പിന്നെ ഈ അർബൻ റെസിലിയൻസിൽ പറയണത് ജനങ്ങൾ തമ്മിലുള്ളൊരു ഐഡിയോളജിക്കലായിട്ടുള്ള ട്രൈബൽ സെക്ടറിനായിട്ടുള്ള പരസ്പരമുള്ള പ്രശ്നങ്ങൾ, അതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളിലൊരു ഒഴിവാക്കൽ, അതായത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഒരു അർബൻ വയലൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വയലൻസുകൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് അർബൻ വയലൻസ്, അർബൻ റെസിലിയൻസ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സിറ്റി ആൻഡ് ടൗൺ എന്ന സംഭവത്താണ് ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടെ സിറ്റീസിനെ കുറിച്ചും ടൗണിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റിയാണ് ഏറ്റവും വലുതുണ്ടാവുക. ടൗൺ അതിൻ്റെ അടിയിലുള്ള സാധനമായിരിക്കും. സിറ്റീസ് പറഞ്ഞാൽ അവിടെ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാകും. പിന്നെ അവിടെ അതിൻ്റെ താഴേക്കാരം ടൗണിൽ പോപ്പുലേഷൻ ഉണ്ടാവുക. പിന്നെ സിറ്റീസ് പറഞ്ഞാൽ കോർപ്പറേഷൻ ആയിരിക്കും ഭരിക്കുക. ടൗൺ പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആയിരിക്കും ഭരിക്കുക. അതായത് മേയർ, ചെയർമാൻ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സിറ്റീസ് പറഞ്ഞാൽ നല്ല പ്ലാൻഡ് ആയിട്ടുള്ള സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, റോഡ്, പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ടൗൺ പറഞ്ഞാൽ കുറച്ച് പ്ലാനഡ് ആയിരിക്കും, വല്ലാതെ പ്ലാനിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ സിറ്റിയും ടൗണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയാനുണ്ട്. പിന്നെ അർബനിസം ആൻഡ് അർബനൈസേഷൻ. അർബനിസം എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങൾ നഗരവൽക്കൃതം വന്ന അവസ്ഥക്കാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അതൊക്കെ രണ്ടും ഏകദേശം ഓരോ സിനോണിയം രൂപത്തിൽ വരുന്ന സംഭവങ്ങളാണ്. ജനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് അഗ്രികൾച്ചറൽ ലൈഫിൽ നിന്ന് ഒരു നോൺ അഗ്രികൾച്ചർ ആയിട്ടുള്ള ഡെമോഗ്രഫിക് ആയിട്ടുള്ള, അതായത് കുറഞ്ഞ പോപ്പുലേഷനിൽ നിന്ന് കൂടിയ പോപ്പുലേഷൻ, അതായത് സിറ്റുവേഷനിൽ നിന്ന് നഗരപരമായ സിറ്റുവേഷനിലേക്ക് മാറുന്നൊരു സിസ്റ്റത്തിനാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്.
അതിനെക്കുറിച്ച് കൂടുതൽ കുറേ സ്കോളേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ പറയണത് സോഷ്യോളജിക്കലി, സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്, ബയോളജിക്കൽ ആസ്പെക്റ്റ്, എക്കോളജിക്കൽ ആസ്പെക്റ്റ്, അങ്ങനെ സംഭവങ്ങളൊക്കെ അവിടെ പറയണ്ടാവും. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ. പിന്നെ അർബനൈസേഷൻ നമ്മൾ മേലെ പറഞ്ഞ സംഭവം തന്നെ ഒരു അതായത് ആൾക്കാർ കമ്മ്യൂണിറ്റികളിൽ നിന്ന് വ്യത്യസ്ത ഇൻഡിവിജ്വലായിട്ട് മാറുക, പിന്നെ ഗ്രാമങ്ങളിൽ നഗരങ്ങളിലേക്ക് മാറുക, ചെറിയ അഗ്രികൾച്ചറൽ ജോലികളിൽ നോൺ അഗ്രികൾച്ചറൽ ജോലിയിലേക്ക് മാറുക, അങ്ങനെ സംഭവത്തിനാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് എൻ്റെ കൂടുതൽ പറയുന്നത്. അതിൻ്റെ വിശദീകരണങ്ങളാണ് മൊത്തം പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ കേട്ടോ. നമുക്ക് വിശദീകരിക്കാൻ ടൈമില്ല, നമുക്ക് പാഠം കുറച്ച് നീണ്ടതായുണ്ട്. ഇവിടുത്തെ വിശദീകരണങ്ങൾ കുറച്ചും പാടെ തരാം. ഏകദേശം അർബനൈസേഷൻ അതൊരു വേ ഓഫ് ലിവിങ് ആണ്. അതായത് സിറ്റികളിലുള്ള ആൾക്കാരുടെ വേ ഓഫ് ലിവിങ്ങിനാണ് അർബനൈസേഷൻ എന്ന് പറയുക. പിന്നെ അവിടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ സാധനങ്ങളൊക്കെ സൈക്കോളജിക്കൽ മെൻ്റലായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ കടന്നു വരുന്നെന്ന് പറയുന്നത്. പിന്നെ സബർബ് എന്നൊരു സംഭവം സിസ്റ്റം അവിടെ വരുന്നുണ്ട്. സബർബ് പറഞ്ഞാൽ അത്ര വലിയ നഗരങ്ങളല്ലാത്ത സ്ഥലങ്ങൾ, നഗരങ്ങളുടെ പുറത്തുള്ള സ്ഥലങ്ങൾ. അതായത് നഗരങ്ങളിൽ താമസിക്കണ, നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നഗരങ്ങളുടെ പുറത്ത് നിന്ന് വന്നു പോവുക, അതായത് കമ്മ്യൂട്ടിങ് നടത്തുന്നതൊക്കെ പറയല്ലേ, നഗരങ്ങളിലേക്ക് വന്നു പോകുന്നൊരു ഏരിയക്കാണ് സബർബ് ഏരിയാസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ പറയണത്. അപ്പോൾ ഇത് മൊത്തം ഏകദേശം അർബനൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയണം. പിന്നെ അടുത്തായിട്ട് നമുക്ക് എമർജൻസ് ഓഫ് മോഡേൺ സിറ്റീസ് ഇൻ യൂറോപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. യൂറോപ്പ് പ്രധാനമായിട്ടും പണ്ട് മുതലേ തന്നെ, റോമിൻ്റെ കാലം മുതലേ തന്നെ വലിയ വലിയ നഗരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെസപ്പൊട്ടോമിയ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി പുതിയ രൂപത്തിലുള്ള നഗരവൽകൃത ആശയങ്ങൾ രൂപം കൊണ്ടുവന്നാണ് യൂറോപ്പിലത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വരുന്ന സംഭവങ്ങൾ. പിന്നെ അവിടെ പ്രധാനമായിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്, പിന്നെ കൊളോണിയലിസം, പിന്നെ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ധാരാളം. ഇൻഡസ്ട്രിയലൈസേഷന് പ്രധാനമായിട്ട് കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ക്യാപിറ്റലിസം, പിന്നെ സെക്യുലറിസം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രധാനമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ അവിടെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതൊക്കെയാണ് ഏകദേശം അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിശദീകരിക്കണില്ല കേട്ടോ. പിന്നെ ചിക്കാഗോ സ്കൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിക്കാഗോ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയാണ്, ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ. അതാണ് ആദ്യമായിട്ട് ഈ നഗരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നേതൃത്വം നൽകിയത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയാണ്. ആദ്യമായിട്ട് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച സ്ഥലമാണെന്നൊക്കെ പറയണേ. പിന്നെ സബർബ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഗരങ്ങളുടെ പുറത്തുള്ള ഈ ജോലിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന, കമ്മ്യൂട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നഗരങ്ങളുടെ പുറത്തുള്ള ഏരിയസാണ് സബർബ് എന്ന് പറയുക. മെട്രോപൊളിറ്റൻ സിറ്റീസ് പറഞ്ഞാൽ ധാരാളം ആളുകൾ, ജിയോഗ്രഫിക്കലി ആൻഡ് ഡെമോഗ്രഫിക്കലി ധാരാളം പോപ്പുലേഷനുള്ള സ്ഥലങ്ങൾക്കാണ് മെട്രോപൊളിറ്റൻ സിറ്റീസ് പറയുക. ന്യൂയോർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ, ഇന്ത്യയിൽ ഗുജറാത്ത് അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ, ഈ സൂറത്ത് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ മെട്രോപൊളിറ്റൻ സിറ്റീസിനാണ് പറയുക. പിന്നെ കോസ്മോപൊളിറ്റൻ സിറ്റീസ് പറഞ്ഞാൽ ഗ്ലോബൽ റീച്ചുള്ള, അതായത് സിറ്റീസിന് തന്നെ ഗ്ലോബലായിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള റീച്ചുള്ള സ്ഥലങ്ങളാണ് കോസ്മോപൊളിറ്റൻ സിറ്റീസ് പറഞ്ഞാൽ. അതായത് മുംബൈ പോലത്തെ വലിയ വലിയ ലോകത്ത് തന്നെ ലണ്ടൻ പോലത്തെ അറിയപ്പെട്ട സ്ഥലങ്ങൾക്കാണ് കോസ്മോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയുക. പിന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ധാരാളം പോപ്പുലേഷൻ ഉണ്ടായിരിക്കും, അതിനാണ് മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയുക. പിന്നെ നെയ്ബർഹുഡ് ആൻഡ് കോർപ്പറേഷൻ. നെയ്ബർഹുഡ് ആൻഡ് കോർപ്പറേഷനിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നെയ്ബർഹുഡ് പറഞ്ഞാൽ നമ്മുടെ നെയ്ബറായിട്ട് ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ, അതായത് നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ, നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാർ, അവരുമായി ഉണ്ടാക്കുന്ന ബന്ധങ്ങൾക്കാണ് നെയ്ബർഹുഡ് പറയുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ അയൽവാസി ബന്ധമാണ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുകയാണ് മൊത്തത്തിൽ ഏകദേശം പറയണത്. പിന്നെ അടുത്ത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള കണക്ഷന്. പിന്നെ അതേപോലെ ഒരു നഗരത്തിലെ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ സഹകരണ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേഷൻസ് എന്ന് പറയും. അതിൽ പ്രധാനമായിട്ട് സോഷ്യോളജി കോർപ്പറേഷൻസ് പറഞ്ഞാൽ, സോഷ്യോളജിയിൽ കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് ഓഫ് നാഷണൽ സിസ്റ്റമാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കോർപ്പറേഷൻസാണ് ഇതിലുണ്ടായിരിക്കുക. അതായത്
ജനങ്ങൾ ഒരു സ്വയം ഒരു വ്യക്തി എന്ന രൂപത്തിൽ നിൽക്കാതെ പരസ്പരം സഹകരിച്ച് നിലനിൽക്കുന്ന സംഭവമാണ് കോർപ്പറേഷൻസ്. പ്രധാനമായിട്ട് ധാരാളം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് MNCകൾ ഉണ്ടാവും, പിന്നെ ട്രാൻസാക്ഷണൽ കോർപ്പറേഷൻസ് ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് മൾട്ടിനാഷണൽ ട്രാൻസാക്ഷണൽ കോർപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് പറഞ്ഞാൽ എന്താണ്, സർവീസുകളുടെ ജനങ്ങൾക്ക് സർവീസ് കൊടുക്കണ അങ്ങനത്തെ കോർപ്പറേഷൻസാണ് ഇത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് പറയുന്നത്. അത് ഒരു നാഷന് മാത്രം, ഇന്ത്യക്ക് മാത്രമായിട്ടുള്ളതാവില്ല. അപ്പോൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്കുള്ള കോർപ്പറേഷൻ, അതായത് ഒരു MNC കമ്പനികളെ കുറിച്ചൊക്കെ പറയണത്, ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനത്തെ കമ്പനികൾ. ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് പറഞ്ഞാൽ ട്രഡീഷണൽ MNCനോട്ട് വ്യത്യസ്തമായിരിക്കും. അതായത് MNCകൾ പറഞ്ഞാൽ മറ്റ് കൺട്രികളിൽ നിന്ന് നമ്മുടെ രാജ്യങ്ങളിലേക്ക് വരുന്ന സംഭവങ്ങൾക്കാണ് MNCകൾ പറയുക. TNC പറഞ്ഞാൽ നമ്മുടെ രാജ്യങ്ങളിൽ നിന്ന് പോയിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ അവരുടെ സംഭവങ്ങൾ നിർമ്മിക്കുന്ന സംഭവങ്ങൾക്കാണ് TNCകൾ, ട്രാൻസ്നാഷണൽ എന്ന് പറയും. പിന്നെ കോർപ്പറേഷൻസും ഗവൺമെൻറ്റ്സുമാണ്. കോർപ്പറേഷൻസ് പറഞ്ഞാൽ MNC സംഭവങ്ങൾക്കാണ് കോർപ്പറേഷൻസ് അറിയുക. ഗവൺമെൻറ് പറഞ്ഞാൽ അതിനൊക്കെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്ന സംഭവങ്ങൾക്കാണ് കോർപ്പറേഷൻസ് അറിയുക. പിന്നെ കീവേഡുകളാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഏകദേശം പാഠം അവസാനിച്ചു. നമ്മൾ ചുരുക്കിയിട്ട് ഇത്രയും ഒരു 80-60 പേജോളൊരു ഭാഗം വളരെ ചുരുക്കിയിട്ട് എടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പല ഭാഗങ്ങളും വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.